ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തിയും ഇൻസ്റ്റൻറ്റുമായ ക്രിസ്പി ചെറുപയർ ദോശയാണ്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ചെറുപയർ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഈ ദോശ മാവ് പുളിപ്പിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പ്രഭാത ഭക്ഷണത്തിനും വൈകുന്നേരം ലഘുഭക്ഷണവുമായും ഇത് മികച്ചൊരു തിരഞ്ഞെടുപ്പാണ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് നൽകുന്ന ഈ ദോശ വീട്ടിലുള്ള എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ സമയം കളയാതെ നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ 250 ml കപ്പിന് 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇനി വേണ്ടത് അതേ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് പച്ചരി ചേർത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുത്ത് അളവിൻ്റെ കപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സോ ഒക്കെ എടുക്കുന്നെങ്കിൽ അതിൻ്റെ എത്ര എടുക്കുന്നെങ്കിൽ അതിൻ്റെ പകുതി പച്ചരി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്തി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് 2 പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് ഒരു ആവശ്യത്തിന് 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് കുതിർത്തി എടുക്കാനാണ്. അപ്പോൾ ഒരു 8 മണിക്കൂറോളം കുതിർത്തിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രാവിലെ ആണല്ലോ ദോശ ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി ചെയ്താൽ മതി കേട്ടോ. ഒരു ഓവർനൈറ്റ് ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ രാത്രിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. രാവിലെയാണ് നമ്മളിവിടെ ദോശ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ 8 മണിക്കൂറും മുന്നേ കുതിർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ പയറും പച്ചരിയൊക്കെ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 പ്രാവശ്യം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ചേർത്തി കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ മിക്സിയുടെ ജാറാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കുന്നത്. ഒരു 2 കറിവേപ്പിലും ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. നമ്മൾ ദോശമാവ് അരച്ചെടുക്കുമല്ലോ അതുപോലെ തന്നെ കേട്ടോ. മാവ് അധികം കട്ടിയാകാനും അധികം നേർത്തു പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതാ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറായിട്ട് ഇതാ നമ്മളെ ചെറുപയറുകാരനാണ് കേട്ടോ ഇങ്ങനെ കളറ് വന്നിക്കണ്. ഈ ഒരു കൺസിസ്റ്റൻറ്റിലായിരിക്കണം കേട്ടോ നമ്മളെ മാവ് റെഡിയാകേണ്ടത്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കൊന്നും വേണ്ട. ഇത്രയും ലൂസിലാണ് നമുക്ക് നമ്മുടെ ദോശമാവ് റെഡിയാകേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊരു തവി വെച്ചിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും റെഡിയായി എടുക്കാനാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ദോശയാണ്. ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് തന്നെ നമ്മുടെ ദോശയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാകുകയെ. ഇനി നമ്മൾ ഏതിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നെങ്കിൽ ദോശക്കല്ല് നന്നായി ചൂടായ ശേഷം മാവ് ഒഴിച്ച് നേർത്തതായിട്ട് പരത്തുക. നല്ല ക്രിസ്പിയായിട്ട് ദോശ കിട്ടണമെങ്കിൽ നമ്മൾ നേർത്തതായിട്ട് പരത്തണമല്ലോ. ഇനി ഒന്ന് മൂടി വെക്കാം. ചെറുപയറൊക്കെ പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയ ഒരു ആരോഗ്യകരമായ ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ ദോശ രുചികരം മാത്രമല്ല കേട്ടോ, ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനുമാണ്. ദിവസത്തിൻ്റെ തുടക്കം ഊർജ്ജത്തോടെയും തൃപ്തിയോടെയും തുടങ്ങാൻ ഈ ദോശ വളരെ നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. ഇനി മൂടി തുറന്നിട്ട് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് സാധാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യിൻ്റെ മണവും കൂടെ ദോശയുടെ അടിഭാഗം നല്ല ഗോൾഡൻ നിറമായി ക്രിസ്പിയാകും. അപ്പോൾ ദോശ മടക്കി ചൂടോടെ പ്ലേറ്റിലേക്ക് മാറ്റാം. എത്രത്തോളം ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇങ്ങനെ ഓരോ ദോശയും ചുട്ടെടുക്കാം. ഇതാട്ടോ നമ്മുടെ ദോശയ്ക്ക് ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും രുചിയും സൂപ്പറാണ്. ചെറുപയർ കൊണ്ടാണെന്ന് പറയില്ല കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. തേങ്ങാ ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ ചേർത്ത് കഴിച്ചാൽ പിന്നെ വേറെ ലെവലാണ്. ഞാനിവിടെ തക്കാളി ചമ്മന്തിയും പിന്നെ അതുപോലെ തന്നെ മീൻകറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ചമ്മന്തിയുടെയൊക്കെ വീഡിയോ ഞാൻ ഒരുപാട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഹെൽത്തി ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ചെറുപയർ ദോശ തയ്യാറായി. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് മാവ് പുളിപ്പിക്കാതെ തന്നെ ഇത്രയും രുചികരമായി തയ്യാറാക്കാം. പ്രഭാത ഭക്ഷണത്തിനും വൈകുന്നേരം ചായക്കൊപ്പം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയാൽ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് പുതിയ വീഡിയോകൾ ഒരുക്കാൻ വലിയൊരു പ്രചോദനമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യൂ. ഇനിയും ഇതുപോലെ എളുപ്പമുള്ളതും ഹെൽത്തിയുമായ രുചികരമായ റെസിപ്പികൾക്കായിട്ട് ഇറ്റ്സ് മീ യാസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ രുചികരമായ റെസിപ്പിയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.